പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ കുടുംബങ്ങളുടെ വിശദീകരണത്തിന്റെ 10ാമത്തെ ആഴ്ചയായിരുന്നു. അനേകം മക്കളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു. ഈ 10 ആഴ്ച പ്രാർത്ഥിച്ച, കടന്നു വന്ന് പ്രാർത്ഥിച്ച മക്കളൊക്കെ ഉണ്ട്. ഇപ്പം പ്രകടമായ വിധത്തില് പലരുടെയും കുടുംബങ്ങൾ, അതായത് എല്ലാവരോടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളിൽ കർത്താവ് ഇടപെട്ട് തുടങ്ങി വെച്ചാൽ പ്രകടമായ വിധത്തിൽ ഇടപെട്ട് തുടങ്ങിയെന്നൊക്കെ പലരും അച്ഛനോട് പറയുകയുണ്ടായി. ഹല്ലേലൂയ. അതെന്താണെങ്കിലും സഹോദരങ്ങൾ, നമ്മൾ ശരിക്ക് ഒരു പ്രവൃത്തി ദിവസത്തിലെ കഷ്ടപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിസ്സംഗതയോടെ നോക്കി നിൽക്കുമെന്നാണോ നമ്മൾ കരുതുന്നത്? പ്രിയ സഹോദരങ്ങളെ, ദൈവം അത്ഭുതകരമായ വിധത്തിൽ ഇനി ശരിക്കും അതിന് പോരാ, വീണ്ടും വീണ്ടും കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ ഈ ദിവസങ്ങളുണ്ടാകുമെന്ന് അച്ഛൻ ഉറച്ച് വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അല്ലേ? നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയിലൊക്കെ ഓർക്കും. നമ്മൾ അടുത്ത വ്യാഴാഴ്ച തുടങ്ങിയ ഒരു 10 ആഴ്ച നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം നേരത്തെ കൂട്ടി നിങ്ങളോട് പറയുകയാണ്. ഈ അടുത്ത കാലത്ത് പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിലാണ് അച്ഛനത് അവരുടെ ഇടയിൽ പ്രത്യേകമായിട്ട് കണ്ടു. അനേകം ബിസിനസ്സുകാർ ശരിക്കും തകർന്ന് തരിപ്പണ. ബിസിനസ്സുകാർ മാത്രമൊന്നുമല്ല കേട്ടോ, വരുമാന മാർഗങ്ങൾ അടയ്ക്കപ്പെട്ട അവസ്ഥ. 10 പൈസ കയ്യിലെടുക്കാനില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടും, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ. അപ്പം നമ്മൾ വരുന്നൊരു 10 ആഴ്ച, വരുന്ന വ്യാഴാഴ്ച തുടങ്ങിയൊരു 10 ആഴ്ച നിങ്ങൾ പരമാവധി പേരോട് ഷെയർ ചെയ്യണം. അതായത് നമ്മുടെ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാൻ, അതൊരു മേഖല മാത്രമേ ആയിട്ടുള്ളൂ. തുറക്കപ്പെട്ട വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, അത് രണ്ടാമത്തെ. ഒന്ന്, വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാൻ. 2, തുറക്കപ്പെട്ട വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ടുള്ള 10 ആഴ്ചയിലെ ശുശ്രൂഷയാണ് വരുന്ന വ്യാഴാഴ്ച തുടങ്ങി. സാധിക്കുന്നവരോടൊക്കെ നിങ്ങൾ പറഞ്ഞേക്കണം കേട്ടോ. ഹല്ലേലൂയ. നോക്കൂ സഹോദരങ്ങളെ, വചനം എങ്ങനെയല്ല പറയുന്നത്? 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും. ഈ ആലയത്തില് ഒരച്ഛന്റെ നേതൃത്വത്തില്, ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷെറിൻജിസിന്റെ നേതൃത്വത്തില്, അതായത് ഒരു വൈദികന്റെ, ഒരു സമർപ്പിതയുടെ ഒരു കൂട്ടായ്മയിൽ ദൈവജനം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ബലിയർപ്പിച്ച് വചനം കേട്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രിയ സഹോദരങ്ങളെ, വരുമാന മാർഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കയ്യൊപ്പുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നോക്കി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വേണം വരുന്ന വ്യാഴാഴ്ച തുടങ്ങിയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ടുള്ള കാര്യം സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനൊരു ഒരുക്കത്തിന്റെ വചനമാണ്. ഇന്ന് ഫിലിപ്പി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിലിപ്പി 4:19 പറഞ്ഞോ, എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആവശ്യമുള്ളതെല്ലാം നൽകുന്ന കർത്താവ് നമ്മളുടെ വരുമാന മാർഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൽ സംശയമുള്ളവരൊക്കെ നോക്കിയേ, ഈ വരുന്നൊരു 10 ആഴ്ച പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിത്യാഗങ്ങളൊക്കെ എടുത്ത് നല്ല കുമ്പസാരമൊക്കെ നടത്തിയിട്ട് 10 ആഴ്ചകളിൽ പങ്കെടുക്കുക. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവം ഇടപെടുന്ന എങ്ങനെ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. കുടുംബങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു 7ാമത്തെ ആഴ്ചയിലാണ് ഇവിടെ വെള്ളവും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ. ഇതുപോലെ 10 ആഴ്ചയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വരും. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് വരാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പ്രത്യേകമായിട്ട് ഇത് കാണുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല അച്ഛാ, ഞങ്ങൾക്ക് വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ട്, വരുമാന മാർഗങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു സ്വകാര്യ ദുഃഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി, ആ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഹൃദയം കൊണ്ട് ഈ ശുശ്രൂഷയിലെ ആലയത്തിലായിരിക്കാൻ പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. കർത്താവേ, ഈ ഒരു ആനന്ദവും സന്തോഷമൊക്കെ ഈ മക്കൾക്ക് സമൃദ്ധമായിട്ട് നൽകണമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.